ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ലഞ്ചിൻ്റെ ഒരുക്കങ്ങളാണ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തൊക്കെയാണ് നമ്മുടെ ഇന്ന് ലഞ്ചിൻ്റെ കറികളെന്ന് നമുക്ക് നോക്കാം. അപ്പം പോകാം നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പടിയെന്ന് പറയുന്നത് കുറച്ച് പപ്പടം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ എണ്ണയിലിട്ട് വറുത്ത് മാറ്റി വയ്ക്കുക എന്നതാണ്. ശേഷം അതേ എണ്ണയിൽ തന്നെ നമുക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പില വറ്റൽമുളക് ഇട്ട് അതിനുശേഷം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതിലോട്ട് ഇട്ട് ഒന്ന് ഉപ്പിട്ട് വഴറ്റിയെടുക്കുക. അതിൽ കൂടെ തന്നെ നമ്മുടെ ചില്ലി ഫ്ലെക്സും കൂടെ ഇടണം. അതും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക. ഉപ്പിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റിയതിന് ശേഷം നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇതിലോട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് നമ്മുടെ ആ പച്ച മണം ഒന്ന് മാറുന്നത് വരെ അതും കൂടെ ഒന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ പച്ചക്കറി ഐറ്റംസ് ഒന്നും തന്നെ എൻ്റെ വീട്ടിലില്ല, കാരണം വാങ്ങാൻ വിട്ടുപോയതാണ്. അപ്പം പിന്നെ കടയിലൊക്കെ പോയി വാങ്ങാമെന്ന് വിചാരിക്കുന്ന എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, തപ്പി പിടിച്ചപ്പോൾ ഒരു കവർ പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ സവാള, ചെറിയ ഉള്ളി, ആ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഉള്ളത് വച്ച് ഒരു ലഞ്ച് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ തയ്യാറാക്കിയതാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് നമ്മുടെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇതിലോട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പപ്പട മെഴുക്ക് ഒന്ന് റെഡിയായിട്ടുണ്ട്. എനിക്ക് ടേസ്റ്റായിട്ട് തോന്നി. നിങ്ങൾ കഴിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാവുന്നതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത് ഇതേ എണ്ണയിൽ തന്നെ കടുക് പൊട്ടിച്ച് തോരന് നമ്മൾ അരക്കില്ലേ, തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മുളക്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചതിന് ശേഷം നമ്മുടെ മാറ്റി വെച്ചിരുന്ന പപ്പടത്തിൽ നിന്നും കുറച്ച് പപ്പടം എടുത്ത് എന്ത് ചെയ്യുക, ഇതിൽ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ തോരൻ റെഡിയായി, പപ്പടത്തോരൻ റെഡിയായി. അടുത്തതായി നമ്മുടെ ഐറ്റംസ് എന്ന് പറയുന്നത് ഉള്ളിയും ചില്ലി ഫ്ലെക്സും കൂടെ അല്ലെങ്കിൽ വറ്റൽമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് കടുക് പൊട്ടിച്ച് അതിലോട്ടിട്ട് മിക്സ് ചെയ്ത് ഉപ്പിട്ട് മിക്സ് ചെയ്തെടുത്താൽ, പുളി കൂടെ ഇടണം കേട്ടോ. പുളിയും കൂടെ എടുത്താണ് ഇതിനെ ചതച്ച് ഇതിലോട്ട് ഇടേണ്ടത്. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പം അടുത്ത ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സവാള അല്ല, പകുതി സവാള അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല രീതിയിൽ കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഇടുക. ഇട്ടതിന് ശേഷം നമ്മുടെ കാശ്മീരി മുളക് പൊടിയോ അല്ലെങ്കിൽ എരിവിനനുസരിച്ചുള്ള മറ്റു മുളക് പൊടിയോ സാദാ മുളക് പൊടിയോ ഏത് വേണോ ഇട്ട് അതിലൂടെ ഒന്ന് പച്ചമണം മൂപ്പിച്ചെടുത്ത് ഇതിലോട്ട് കടുക് പൊട്ടിച്ച് ഇതിലോട്ട് ഒഴിച്ചാൽ അടുത്ത നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത നമ്മുടെ സാലഡ്, തൈര് വെച്ചിട്ടുള്ള ഒരു സാലഡ്. അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേതെങ്കിലും പറഞ്ഞത് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എങ്കിൽ ഞാൻ ആ വീഡിയോ ഒന്നുകൂടെ ചെയ്ത് ഇടുന്നതാണ്. ഇതാണ് പപ്പടം തോരൻ, പപ്പടം മെഴുക്ക് വരട്ടി, അത് കഴിഞ്ഞിട്ട് ഉള്ളിച്ചമ്മന്തി, പിന്നെ നമ്മുടെ സാലഡ്. ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ അടിപൊളി ലഞ്ച്. ഇങ്ങനെ ഉണ്ടാക്കി ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയുക. കാരണം എനിക്ക് വളരെയധികം എന്നുവെച്ചാൽ ഫിഷൊന്നും ഇല്ലെങ്കിൽ അടിപൊളി ഊണാണ് കേട്ടോ. ഫിഷിനേക്കാളും സൂപ്പറായിട്ടുണ്ട്, വേറെ ലെവലാണ്, സൂപ്പർ ഊണാണ്. എന്തായാലും പച്ചക്കറിയോ ഒന്നുമില്ലാത്തപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട മസ്റ്റ് ഐറ്റംസാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. ഞാനല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റും ലൈക്കും സബും ഇങ്ങ് പോരട്ടെ.